Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊരു ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. മെയിൻ ഷെൽസ് ഏതൊക്കെയാണ്, സബ് ഷെൽസ് ഏതാണ്, അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് വീതമാണ് ഫില്ല് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഷോർട്ട് ഫോം കൂടി നമ്മൾ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസസിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ഷോർട്ട് ഫോം ആക്കുന്ന രീതി വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് മെയിൻ ഷെൽസ്, സബ് ഷെൽസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഈ 3 കാര്യം കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ മെയിൻ ഷെൽസ് എന്ന് പറയുന്നത് കെ, എൽ, എം, എൻ, ഈ 4 എണ്ണമാണ് മെയിൻ ഷെൽസ് എന്ന് പറയുന്നത്. സബ് ഷെൽസ് എന്ന് പറഞ്ഞാൽ എസ്, പി, ഡി, എഫ് ആണ് നമ്മുടെ സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ഷെല്ലായ കെയ്ക്ക് ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, എസ്. രണ്ടാമത്തെ മെയിൻ ഷെല്ലാണ് എല് എന്ന് പറയുന്നത്, അതിന് 2 സബ് ഷെല്ലുകളുണ്ട്, എസും പിയും. മൂന്നാമത്തെ മെയിൻ ഷെല്ലാണ് എം എന്ന് പറയുന്നത്, അതിന് 3 സബ് ഷെല്ലുകളുണ്ട്, എസ്, പി, ഡി. ദെൻ നാലാമത്തെ മെയിൻ ഷെൽ എന്ന് പറയുന്നത് എൻ ആണ്, അതിനകത്ത് 4 സബ് ഷെല്ലുകളാണുള്ളത്, എസ്, പി, ഡി, എഫ്. ഇനി കെയിൽ മാക്സിമം ഒക്കുപ്പൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2, എല്ലിലാണെങ്കിൽ അത് 8, എമ്മിലാണെങ്കിൽ അത് 18, എന്നിലാണെങ്കിൽ അത് 32. ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ, 2n². അതിനകത്ത് n എന്ന് വെച്ചാൽ ഷെൽ നമ്പർ ആയിരുന്നു. കെയുടെ ഷെൽ നമ്പർ 1, എല്ലിന്റെ ഷെൽ നമ്പർ 2, എമ്മിന്റെ ഷെൽ നമ്പർ 3, എന്നിന്റെ ഷെൽ നമ്പർ 4. ഈ നമ്പർ അതായത് 2n² എന്നതിനകത്ത് എന്നിന്റെ സ്ഥാനത്ത് ഈ ഷെല്ലിന്റെ നമ്പർ എന്ത് ചെയ്താൽ മതി, അതിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രത്തോളം ചെയ്ത് പഠിക്കാൻ പറ്റുമോ അത്ര തന്നെ ചെയ്ത് തന്നെ അങ്ങ് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താണ് 1 തൊട്ട് 30 വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ. അപ്പൊ 1 തൊട്ട് 30 വരെയുള്ള എലമെന്റ്സ് ആദ്യം നമുക്ക് അറിയണം അല്ലെ. അപ്പം ഒന്നാമത്തെ എലമെന്റിന്റെ പേരെന്താണ്, ഹൈഡ്രജൻ. സെക്കൻഡ് വൺ, രണ്ടാമത്തെ എലമെന്റ് ഹീലിയം. മൂന്നാമത്തത് ലിഥിയം. നാലാമത് ബെർലിയം. അഞ്ചാമത് ബോറോൺ. അപ്പം ഏറ്റവും കുറഞ്ഞത് 1 തൊട്ട് 20 വരെയുള്ള എലമെന്റ്സ് എങ്കിലും കാണാതെ പഠിക്കുക. പഠിച്ചേ പറ്റൂ, പഠിക്കണം. അപ്പം ഒന്നാമത്തെ എലമെന്റിന്റെ പേര് ഹൈഡ്രജൻ, രണ്ടാമത് ഹീലിയം, 3 ലിഥിയം, 4 ബെർലിയം, 5 ബോറോൺ. ഡെയിലി ഒരു 5 എണ്ണം വെച്ചെങ്കിലും പഠിക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, സെക്കൻഡ് വൺ ഹീലിയം, തേർഡ് വൺ ലിഥിയം, ഫോർത്ത് വൺ ബെർലിയം ആൻഡ് ഫിഫ്ത്ത് വൺ ബോറോൺ. 6th എന്ന് പറയുന്നത് കാർബൺ, 7th വൺ എന്ന് പറയുന്നത് നൈട്രജൻ, 8th വൺ എന്ന് പറയുന്നത് ഓക്സിജൻ, 9th വൺ ഫ്ലോറിൻ, 10th വൺ എന്ന് പറയുന്നത് നിയോൺ. നിയോൺ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിയോൺ എന്താണ്, നോബിൾ ഗ്യാസ് ആണ്. ഹീലിയവും നോബിൾ ഗ്യാസ് ആണ്. കാരണം അവര് 18th ഗ്രൂപ്പിലാണ്. 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിനെ എല്ലാം നമ്മൾ പറയുന്നത് നോബിൾ ഗ്യാസസ് ആണ്. ഈ നോബിൾ ഗ്യാസസിനെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഷോർട്ട് ഫോമിലേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നോബിൾ ഗ്യാസസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഫസ്റ്റ് നോബിൾ ഗ്യാസ് നമ്മൾ പറയുന്നത് ഹീലിയം. സെക്കൻഡ് നമ്മൾ 1 തൊട്ട് 10 വരെ പറഞ്ഞതിൽ 10ാമത്തെ എലമെന്റ് ആയ നിയോൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു നോബിൾ ഗ്യാസ് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് 11 സോഡിയം, 12 മഗ്നീഷ്യം, 13 അലൂമിനിയം, 14 സിലിക്കൺ, 15 ഫോസ്ഫറസ്. ഓക്കെ. 11 സോഡിയം, 12 മഗ്നീഷ്യം, 13 അലൂമിനിയം, 14 സിലിക്കൺ, 15 ഫോസ്ഫറസ്. അപ്പം ഒന്നേന്ന് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞത് പഠിക്കാം. ഇനി 16 സൾഫർ, 17 ക്ലോറിൻ, 18 ആർഗൺ. ആർഗൺ ഒരു നോബിൾ ഗ്യാസ് ആണ്, അത് ഓർത്ത് വെക്കുക. അപ്പൊ ഫസ്റ്റ് നോബിൾ ഗ്യാസ് ഹീലിയം, സെക്കൻഡ് വൺ നിയോൺ, തേർഡ് വൺ എന്ന് പറയുന്നത് ആർഗൺ. ആർഗന്റെ അറ്റോമിക് നമ്പർ 18, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2. ഇനി നിയോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10. അപ്പം 2, 10, 18. ഇനി 19ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം, 20 കാൽസ്യം. ഏറ്റവും കുറഞ്ഞത് 20 എലമെന്റ്സ് എങ്കിലും കാണാതെ പഠിച്ചു വെക്കുക. അവരുടെ പേര്, സിമ്പിൾ, അറ്റോമിക് നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെച്ചിരിക്കണം. കാരണം അറ്റോമിക് നമ്പർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പം ഈ 1 തൊട്ട് 30 വരെ ഒന്നും എഴുതുന്നില്ല, ഏകദേശം കുറച്ചെണ്ണം എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്തതാണ്. ഫസ്റ്റ് എലമെന്റ് ഏതായിരുന്നു, ഹൈഡ്രജൻ. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് പറഞ്ഞാൽ ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 1s1. ഓക്കെ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്, 1s1. സെക്കൻഡ് എലമെന്റ് ഏതാ, ഹീലിയം. സെക്കൻഡ് വൺ
ഹീലിയം. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരണം? 1s2. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2, അതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 എന്നാണ് വരേണ്ടത്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര ആയിരുന്നു? 2. അതുകൊണ്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2. തേർഡ് എലമെന്റ് എന്ന് പറയുന്നത് ലിഥിയം. തേർഡ് എലമെന്റ് ലിഥിയം, അറ്റോമിക് നമ്പർ അപ്പൊ എത്രയാണ്? 3. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1. ഇവിടെ നമ്മൾ എണ്ണി എടുക്കുന്ന എന്ത്? അതിനകത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിന്റെ എണ്ണവും അറ്റോമിക് നമ്പർ എന്തായിരിക്കും? ഈക്വൽ ആണ്. അപ്പം ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1, ഹീലിയം ആണെങ്കിൽ 1s2, അത് ലിഥിയം ആണെങ്കിൽ 1s2 2s1. അപ്പം ബാലൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് എഴുതി നോക്കുക. ബാലൻസ് എലമെന്റ് നിങ്ങൾ എന്തായിട്ടും സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? എഴുതി പഠിച്ചേ പറ്റൂ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പാണ്. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു എലമെന്റിന് തന്നിട്ട് അതെന്ത് ചെയ്യാം? തെറ്റിച്ചു കൊടുത്തിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നൊക്കെ എഴുതാനായിരിക്കും ഒരുപക്ഷെ വരുന്നത്. ഇപ്പൊ കാരണം ക്വസ്റ്റ്യൻസ് എല്ലാം ആപ്ലിക്കേഷൻ ലെവലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ പറയുന്നത് ഷോർട്ട് ഫോമിലേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് ഇനി പറയുന്നത്. ഷോർട്ട് ഫോമിലേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട എന്താണ്? നോബിൾ ഗ്യാസസിനെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അപ്പം 20ാമത്തെ എലമെന്റ് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസസിനെ വരെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഫസ്റ്റ് നോബിൾ ഗ്യാസ് ഹീലിയം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിയോൺ, തേർഡ് വൺ എന്ന് പറയുന്നത് ആർഗൺ ആണ്. അപ്പം ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2, ഇനി നിയോണിന്റെ അറ്റോമിക് നമ്പർ 10, ഇനി ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18. ഓക്കെ ആണല്ലോ. അപ്പം പിന്നൊരു അറ്റോമിക് നമ്പർ നമ്മൾ ഈ ആർഗൺ വെച്ചിട്ടാണ് മാക്സിമം എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എഴുതാൻ പോകുന്നത്. അപ്പം ഈ സ്കാൻഡിയം എന്ന് പറയുന്ന എലമെന്റ്, സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. ഓക്കെ, സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 21. അപ്പൊ അതിനകത്ത് ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 21 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സ്കാൻഡിയത്തിന്റെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 ആയപ്പോഴത്തേക്ക് എത്ര എണ്ണമായി? ഒന്ന് എണ്ണി നോക്കിയേ. 2 2 4 6 10 12 18 2 20 3d1. ഓക്കെ ആണല്ലോ. ഇപ്പൊ എത്രയായി? 21 എണ്ണം ആയിട്ടില്ലേ? അതായത് എണ്ണി നോക്കുക. 2 2 4 4 + 6 10 10 + 2 12 12 + 6 18 18 + 2 20 21 21. അപ്പൊ സ്കാൻഡിയത്തിന്റെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 3d1. ഇതാണ് നോർമൽ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ എലമെന്റിന് തൊട്ടുമുമ്പ്, അല്ലെങ്കിൽ ഈ മൂലകത്തിന് തൊട്ടു മുമ്പേ ഉള്ള നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം സ്കാൻഡിയം എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. അതിന് മുമ്പ് വരുന്ന അലസവാതകം അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ ആണ്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18. ഓക്കെ, ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18. അപ്പൊ നമുക്ക് ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാം. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അങ്ങനെയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6. ഓക്കെ, 3p6 വരെ മതി, കാരണം 18 എണ്ണല്ലേ ഉള്ളൂ. 2 2 4 6 10 12 6 18. അപ്പൊ ഇതാ എന്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്? ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, അതിനു മുമ്പേ ഉള്ള നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകം ഏതെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ ആ എലമെന്റിനെ എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കണം. ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതിന്റെ അർത്ഥം, ഇപ്പം ആർഗൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഏത് എലമെന്റാ കൊടുക്കുക? ആർഗൺ എന്ന് നമ്മൾ കൊടുക്കും. എന്ന് വെച്ചാൽ 18 ഇലക്ട്രോൺസ് ഇതിവിടെ ഉണ്ട് എന്നാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ആ എലമെന്റിനെ കൊടുക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ബാക്കി മാത്രം നമ്മൾ എഴുതിയാൽ മതി. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളിപ്പോ സ്കാൻഡിയം തന്നെ എടുക്കാം. സ്കാൻഡിയത്തിന്റെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് 3d1 വരെ. ഇനി നമ്മളത് ഈ നോബിൾ ഗ്യാസ് വെച്ച് എഴുതുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വരച്ച് അതിനകത്ത് ആർഗണിനെ കൊടുക്കും. കാരണം ഈ സ്കാൻഡിയത്തിന് തൊട്ട് മുമ്പ് വരുന്ന അലസവാതകം അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് കൊടുത്തു? ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. കാരണം ഈ നോബിൾ ഗ്യാസസ് എല്ലാം എന്താ? സ്റ്റേബിൾ ആണ്. അപ്പം ഇതിന്റെ അർത്ഥം, ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഈ ആർഗണിനെ കൊടുക്കുന്നതിന്റെ അർത്ഥം
18 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട് എന്നാണ്. 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ബാക്കി 3 കോൺഫിഗറേഷൻ കൂടെ മാത്രം നമുക്ക് എഴുതിയാൽ മതി. ഈ ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എവിടെ ആയിരുന്നു? 3p6 വരെയാണ് ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി 3p6 കഴിഞ്ഞുള്ള 4s2 3d1 ഇതാണ് ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആ എലമെന്റിന് മുമ്പുള്ള നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകം ഏതെന്ന് കണ്ടെത്തി അതിനെ എന്തിൽ കൊടുക്കുക? സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതിന്റെ അർത്ഥം അത്രയും ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. ഇപ്പൊ ആറിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 18 ഇലക്ട്രോൺ കഴിഞ്ഞ് 19, 20 തൊട്ടുള്ള ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അതാണ് ആ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു കോൺഫിഗറേഷനെ നമ്മൾ ഇവിടെ വരെ എന്ത് ചെയ്തു? ഈ 3p6 വരെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആക്കി. അപ്പൊ അതെന്തായി? 3p6 വരെ നീട്ടി എഴുതണ്ട, അത് ഷോർട്ട് ഫോമിലേക്ക് എന്തായിട്ടുണ്ട്? കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി ബാലൻസ് നമ്മൾ എന്താ? 4s2 3d1 എന്ന് എഴുതിയപ്പോഴത്തേക്ക് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കവറായി. ഇപ്പൊ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ആയി അല്ലെ? നമ്മൾ ഈ 3p6 4s2 3d1 ഇങ്ങനെ നീട്ടി എഴുതുന്നത് ജസ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വരച്ച് അതിനകത്ത് ഒരു ആർഗൺ കൊടുത്ത് 4s2 3d1 എഴുതിയപ്പോഴത്തേക്ക് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ ആ ഒരു ടോപ്പിക്ക്? അപ്പൊ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? ആ മൂലകത്തിന് അല്ലെങ്കിൽ ആ എലമെന്റിന് മുമ്പേ ഉള്ള നോബിൾ ഗ്യാസ് അഥവാ അലസവാതകം ഏതാണെന്ന് കണ്ടെത്തി അതിനെ എന്തിൽ കൊടുക്കുക? സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പൊ അത്രയും ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനുശേഷമുള്ളത് മാത്രം നമ്മൾ എഴുതിയാൽ അത് എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ആയി? ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏതൊക്കെയുണ്ട്? ഈ സ്കാൻഡിയം ഇപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലോ. ഈ ഒരു സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിന്റെ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഒന്ന് പറയാമോ? മെയിൻ ഷെൽസ്. അപ്പൊ മെയിൻ ഷെൽസ് എന്ന് പറയുമ്പോൾ കെ ആണല്ലോ. കെ എൽ എം എൻ വരെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ. കെ എൽ എം എൻ വരെ ഉണ്ട്. അപ്പൊ കെയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2. അപ്പൊ ഇതാണ് കെ. 1s2 എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? കെ ആണ്. ഇനി 2s2 2p6 കൂടെ വരുമ്പോ അത് ഏതാണ്? എൽ ആണ്. എത്ര ഉണ്ട്? 8. ഇനി 3p6 അല്ല 3s2 3p6 3d1 ഏതിൽ തന്നെ വരുന്നത്? എം എന്നുള്ള സബ്ഷെല്ലിലാണ്. അപ്പൊ മൊത്തത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 2 8 1 9. എമ്മില് 9, എന്നിൽ വന്നപ്പോ എത്ര ഉണ്ട്? 2. ഇതാണ് സ്കാൻഡിയത്തിന്റെ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. 2 8 9 2. അപ്പം ഈ നമ്മൾ 3d മുമ്പ് കൊടുത്തിട്ട് അല്ല 4s2 മുമ്പ് കൊടുത്ത് പിന്നാണ് 3d കൊടുക്കുന്നതെങ്കിലും 3dയിലെ എലമെന്റ് അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ എന്തിൽ തന്നെ വരുന്നത്? എമ്മിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് മെയിൻ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 8 9 2 എന്ന് വരുന്നത്. അതായത് 3s2 3p6 3d1 അല്ലെ? നമ്മൾ ഈ എമ്മിനകത്ത് 3s2 ഉണ്ട്, 3p6 ഉണ്ട്, 3dയിൽ കൊടുത്ത 1 ഉണ്ട്. ഈ 3 എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ഷെല്ലാ? ഈ തേർഡ് ഷെല്ല്. എമ്മിന്റെ ഷെൽ നമ്പർ ആണ് 3. അപ്പൊ 3യിലെ 2 6 8 1 9. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന 9 എന്നത്. ഓക്കെ ആണല്ലോ? അപ്പം 2 8 9 2 എന്നതാണ് എന്തിന്റെ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ? സ്കാൻഡിയത്തിന്റെ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ. അപ്പൊ സബ് ഷെൽ ഏതൊക്കെ എഴുതുന്നുണ്ട്? SPDF. ഇത് മെയിൻ ഷെൽ എഴുതുമ്പോൾ 2 8 9 2 എന്നതാണ് അതിന്റെ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ നമ്മൾ ഈ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് വെച്ചിട്ട് സ്കാൻഡിയം ഇപ്പൊ എഴുതി കഴിഞ്ഞു. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. ഇനി അടുത്തത് നമുക്ക് ടൈറ്റാനിയം തന്നിട്ടുണ്ട്. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 22. ഓക്കെ ആണല്ലോ? അപ്പൊ ടൈറ്റാനിയത്തിന് മുമ്പും വരുന്ന ഒരു നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ആർഗണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏതിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക? ആർഗണിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. എന്നിട്ട് എന്താണ്? 18 3s2 എത്രയായി? 20. 3dയിൽ എത്ര വരണം? 22 അല്ലേ? അപ്പം 3d2 അല്ലെ? 18 20 2 22. ഇത് എന്തിന്റെ ഷോർട്ട് ഫോം ആണ്? ടൈറ്റാനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആദ്യം നോബിൾ ഗ്യാസിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക, ബാലൻസ് മാത്രം എന്ത് ചെയ്യുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇനി അടുത്ത ഒരെണ്ണമാണ് വനേഡിയം. വനേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 23 ആണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കുക. അപ്പൊ ആർഗണിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. മീൻസ് എത്ര ഇലക്ട്രോൺസ് ആയി? 18. ഇനി 3s2 20 എണ്ണമായി. 3d3 23 23. ഇതാണ് എന്ത്? വനേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന്. ഇത് നമ്മൾ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പം ഓർത്തു വെക്കുക, ആർഗൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസ് ഈ 20 21 22
ഇങ്ങനെ നമ്മൾ എഴുതിയെടുക്കുമ്പോൾ അതിനെല്ലാം മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് ഏതേ ഉള്ളൂ, ആർഗണേ ഉള്ളൂ. അപ്പൊ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്ത് കൊടുക്കണം, ആർഗൺ കൊടുക്കണം. അതിന്റെ അർത്ഥം 18 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. ബാലൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് എഴുതിയാൽ മതി. അതാണ് എന്ത് ഷോർട്ട് ഫോമിലോട്ട് എഴുതുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് നോബിൾ ഗ്യാസ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോക്സ് പോലെ നിങ്ങൾക്ക് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ വെച്ചിട്ട് നമുക്ക് നോബിൾ ഗ്യാസിനെ വെച്ച് അവരുടെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുന്നതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറയുന്നത് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര? പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ് അല്ലെ. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19. അപ്പൊ അതിന് തൊട്ട് മുന്നേ ഉള്ള എലമെന്റ് ആണ് ഇത്, ആർഗൺ എന്ന് പറയുന്നത്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിൽ ആരെ കൊടുക്കാം, ആർഗണിനെ കൊടുക്കാം. ആർഗണിനെ കൊടുത്തപ്പോ എത്ര ആയി അവിടെ, 18 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. പിന്നെ എന്ത് കൊടുത്താൽ മതി, 4s1 കൂടെ കൊടുക്കുമ്പോൾ ആടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി, പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി 18 1 19. ഇതാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്ത ഒരെണ്ണം ചോദിച്ചിരിക്കുന്നതാണ് സോഡിയം. ഓക്കെ, അപ്പം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയാമോ, അല്ലെങ്കിൽ അറ്റോമിക നമ്പർ? അത് 11 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11. അതിന്റെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2 2s2 2p6 ഇനി എന്ത് പറഞ്ഞാൽ 3s1. 11 അല്ലേ ഉള്ളൂ. അപ്പം 2 2 4 6 10 1 11. ഓക്കെ ആണല്ലോ. അപ്പം ഇതിന്റെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതിയത് 1s2 2s2 2p6 3s1. ഇനി ഈ സോഡിയത്തിന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് ഏതാ, 10ാമത്തെ എലമെന്റ് ആയ അല്ലെങ്കിൽ 10ാമത്തെ മൂലകമായ നിയോൺ എന്തിനൊരു എക്സാമ്പിൾ ആണ്, അതൊരു നോബിൾ ഗ്യാസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആരെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കണം, നിയോണിനെ കൊടുക്കണം. അതായത് 10 എണ്ണം വരെ എന്തിലുണ്ട്, ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വന്നു. പിന്നെ നമ്മൾ എന്ത് കൊടുത്താൽ മതി, 3s1 കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ആരുടെ കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്, സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്. 10 + 1 കൂടെ ആയപ്പോ എന്തായി, 11. ഓക്കെ ആണല്ലോ. അപ്പം ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ മൂലകത്തിന് മുമ്പേ ഉള്ള, അതായത് പ്രിസീഡിംഗ് ആയിട്ടുള്ള നോബിൾ ഗ്യാസ് ഏതാണെന്ന് കണ്ടെത്തുക, അതിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ബാലൻസ് പോർഷൻ മാത്രം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് എഴുതുന്നതാണ് ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നിട്ട് കുറെ എലമെന്റ്സിന്റെ ഇതേപോലെ കോൺഫിഗറേഷൻ ഷോർട്ട് ഫോം മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെയാണ് സ്കാൻഡിയം. സ്കാൻഡിയം നമ്മൾ ഏകദേശം ഒരുപാട് പ്രാവശ്യം ഇപ്പൊ പറഞ്ഞല്ലേ. സ്കാൻഡിയം എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ ആണ്. ആർഗൺ എന്ന് വെച്ചാൽ 18 എണ്ണം, അതായത് 3p6 എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർഗണിനെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട്. അപ്പൊ 3p6 കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ 4s2. അപ്പം 18 2 20. പിന്നെ എന്ത് പറഞ്ഞാൽ 3d1. ഇതാണ് എന്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്ത കൊടുത്തിരിക്കുന്നതാണ് കാൽസ്യം. ഓക്കെ, കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. അവിടെയും തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് ഏത് തന്നെയാണ്, ആർഗൺ. സ്ക്വയർ ബ്രാക്കറ്റിൽ അപ്പൊ എന്ത് കൊടുത്തു, ആർഗൺ. പിന്നെ എത്ര കൊടുക്കുക, 4s2. അപ്പം 18 2 20. ഇത് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി, കാൽസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോം മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അടുത്തയാണ് മഗ്നീഷ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത ബോക്സ് തന്നിട്ടുള്ളതാണ് മഗ്നീഷ്യം. അപ്പൊ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പൊ 12ന് മുമ്പേ വരുന്ന ഒരു നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ 10ാമത്തെ എലമെന്റ് ആയ നിയോൺ ആണ്. അപ്പൊ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ ഏതിനെയാ കൊടുക്കേണ്ടത്, നിയോണിനെ കൊടുത്തപ്പം 10 എണ്ണം ആയി. അതായത് 2p6 വരെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് കൊടുത്താൽ മതി, 3s2 കൂടെ കൊടുക്കുക. അതായത് 3p6 ആയപ്പോഴത്തേക്ക്, അതായത് 2 4 അപ്പോഴത്തേക്ക് 3p6 ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര എണ്ണം ആവും, 1s2 2s2 2p6 ആയപ്പോഴത്തേക്ക്, സോറി 3p6 അല്ല 2p6 ആയപ്പോഴത്തേക്ക് 10 എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് കൊടുത്താൽ മതി, 3s. നമുക്ക് ഷോർട്ട് ഫോമിലോട്ട് എഴുതേണ്ടത് കൊബാൾട്ട് എന്ന് പറയുന്നതാണ്. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 27 ആണ്. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ 27 ആണ്. അപ്പൊ 27ാമത്തെ എലമെന്റിന് മുമ്പും വരുന്ന ഒരു നോബിൾ ഗ്യാസ് ഏത് മാത്രമേ ഉള്ളൂ, ആർഗൺ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം, ആർഗൺ കൊടുക്കുക. ഇനി ഇപ്പം ആർഗൺ കൊടുത്തപ്പോൾ എത്ര എണ്ണം ആയി, 18 എണ്ണം ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇപ്പൊ ആർഗൺ എന്ന് പറയുമ്പോൾ നമ്മൾ 3p6 വരെ എവിടെ വന്നിട്ടുണ്ട്, ഈ ആർഗണില് വന്നിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് 4s2. അപ്പൊ എത്രയായി, 4s2 എന്ന് പറയുമ്പോൾ 18 2 20. ഇനി എത്ര എണ്ണം ഉണ്ട്, 3d കൊടുക്കാം നമ്മുടെ കയ്യിൽ 27, 3d7. ഇതാണ് എന്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗൺ കൊടുക്കുക. അതിനുശേഷം നമുക്ക്
4s2 3d7 എന്നതാണ് കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് സിങ്ക് ആണ് കേട്ടോ. സിങ്കിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 30 ആണ്. സിങ്കിന്റെ അറ്റോമിക് നമ്പർ 30. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കേണ്ട ഏത് എലമെന്റ് തന്നെയാണ്? ആർഗൺ. അപ്പം ആർഗണിനെ കൊടുക്കുക. പിന്നെ നമുക്ക് ഇനി നമ്മുടെ കയ്യിൽ ആർഗൺ കഴിഞ്ഞിട്ട് ആർഗൺ എത്രയാണ്? 18 4s2 അപ്പൊ എത്രയായി? 20. ഇനി നമുക്ക് 3D കൊടുക്കുക. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണവും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? 3D 10 അതല്ലേ? അപ്പൊ 18 2 20 10 30. ഇപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം സ്കാൻഡിയത്തിന്റെ ഷോർട്ട് ഫോമിലോ കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗൺ കൊടുക്കുക 4s2 3d1. ഇനി കാൽസ്യം ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗൺ തന്നെ 4s2. മഗ്നീഷ്യം ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോൺ ആണ് വരുന്നത് 3s2. നെക്സ്റ്റ് കൊബാൾട്ട് ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗൺ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 4s2 3d7. നെക്സ്റ്റ് സിങ്ക് ആണ് എലമെന്റ്. അറ്റോമിക് നമ്പർ 30 ആണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് ആർഗൺ തന്നെയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗൺ 4s2 3d10 എന്നതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം 3D കംപ്ലീറ്റ്ലി ഫിൽ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 3d10 4s2 എന്ന് കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. കോപ്പറും ക്രോമിയവും വെച്ചിട്ടുള്ളതാണ് ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്രോമിയം പെക്യുലാരിറ്റി ഓഫ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ എന്നതാണ് നമ്മുടെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ചില പ്രത്യേകതകൾ ഉണ്ട്. നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ചില പ്രത്യേകതകൾ ക്രോമിയത്തിനും കോപ്പറിനും ഉണ്ട്. അതെന്ന് പറയുമ്പം ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ? 24. ക്രോമിയത്തിന്റെ സിമ്പൽ Cr ആണ്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24. അങ്ങനെയുമ്പം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പം 1s2 2s2 2p6 3s2 3p6 നമ്മൾ എഴുതുമ്പോൾ ഇനി അടുത്ത ആരെഴുതും? 4s2 3d എത്ര വരും? 4. ഇതല്ലേ നമ്മൾ നോർമലി എഴുതുന്നത്? ആണല്ലോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 1s2 2s2 2p6 3s2 3p6 4s2 3d4. 24 ആയിട്ടുണ്ടല്ലോ. 10 10 10 24 24. പക്ഷേ ഇതല്ല എന്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്രോമിയത്തിന്റെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതല്ല. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? തെറ്റാണ്. അതെന്താന്ന് വെച്ചാല് ക്രോമിയത്തിന്റെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം 1s2 2s2 2p6 3s2 3p6. നമുക്കത് കഴിഞ്ഞ് ആര് കൊടുക്കാം? 3d5 4s2 3d5 സോറി 4s1 4s2 അല്ല 4s1. ഓക്കെ, ഇപ്പൊ നോക്കുക 3d എന്തായിട്ടുണ്ട്? മൊത്തത്തിൽ 3Dയിൽ അല്ലെങ്കിൽ ഡിയിൽ ഒക്കുപ്പൈ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആണ്. ഇവിടെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഹാഫ് ഫിൽ ആണെങ്കിൽ ഡിയെ നമുക്ക് ഹാഫ് ഫില്ല് ചെയ്യാൻ, അതായത് പകുതി ഫില്ലാക്കാനുള്ള ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ ഡിക്ക് കൊടുത്തിട്ടേ നമ്മൾ ആർക്ക് കൊടുക്കത്തുള്ളൂ? എസിന് ഇലക്ട്രോൺസ് കൊടുക്കത്തുള്ളൂ. ഡിയെ ഹാഫ് ഫില്ല് ചെയ്യാനുള്ള ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഡിയെ ഹാഫ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സബ്ഷെൽ നമ്മൾ എന്ത് കൊടുക്കത്തുള്ളൂ? ഇലക്ട്രോൺസ് കൊടുക്കത്തുള്ളൂ. അതാണ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുന്നത്. ഓക്കെ, സ്ഥിരത കൈവരിക്കുന്ന കോൺഫിഗറേഷൻ അല്ലെങ്കിൽ വിന്യാസം എന്ന് പറയുന്നത് അതായിരിക്കും. അങ്ങനാണെങ്കിൽ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറക്റ്റ് എന്താ വരേണ്ടത്? 1s2 2s2 2p6 3s2 3p6 3d5 4s1. ദാറ്റ്സ് ദ കറക്റ്റ് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോപ്പർ ആണ് കേട്ടോ. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ എന്ത് വരും? 1s2 2s2 2p6 3s2 3p6. നമ്മൾ എന്ത് കൊടുക്കണം? 4s2. ഇനിയാണ് നമ്മൾ എന്ത് കൊടുക്കുക? 3d കൊടുക്കുക. അപ്പം ഇപ്പൊ എത്ര എണ്ണമായി? 10 19 20. ഇനി നമ്മുടെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം അല്ലെ? ഇതെല്ലാം നമ്മൾ നോർമലി എഴുതുന്ന കോൺഫിഗറേഷൻ. ഇതും എന്താണ്? തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് എഴുതുമ്പോൾ ഇവിടെ നമുക്ക് ഡി എന്ത് ചെയ്യാനുള്ളത്? കംപ്ലീറ്റ്ലി ഫില്ലാക്കാനുള്ള ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസിനെ കൊടുക്കണം. 1s2 2s2 2p6 3s2
3p6 അതിന് എന്ത് കൊടുക്കുക 3d 10 തന്നെ കൊടുക്കുക 10 നെക്സ്റ്റ് ആണ് എന്ത് വരുന്നത് 4s1 ഓക്കെ 3d 10നെ 10 ആക്കാനുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഡി എന്ത് ചെയ്യുക കംപ്ലീറ്റ്ലി ഫിൽ ആക്കിയതിന് ശേഷം മാത്രം ആർക്ക് കൊടുക്കുക എസിന് കൊടുക്കുക ഓക്കെ ഇതാണ് കറക്റ്റ് അതാണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരുന്ന ഒരു പെക്യുലാരിറ്റി എന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രോമിയത്തിനകത്തും കോപ്പറിനകത്തും ക്രോമിയത്തിനകത്ത് ഹാഫ് ഫിൽ ചെയ്യാനുള്ള ഇലക്ട്രോൺസ് ഉണ്ട് കോപ്പറിനകത്ത് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യാനുള്ള ഇലക്ട്രോൺസ് പൂർണ്ണമായിട്ടും ഫിൽ ചെയ്യാനുള്ള ഇലക്ട്രോൺസ് കോപ്പറിനകത്തുണ്ട് പകുതി ഫിൽ ചെയ്യാനുള്ള ഇലക്ട്രോൺസ് ക്രോമിയത്തിലുണ്ട് അപ്പൊ അങ്ങനെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം അല്ലാതെ നമ്മൾ ആദ്യം പഠിച്ചു വെച്ച ഓർഡർ വെച്ചിട്ട് 4s കഴിഞ്ഞിട്ട് 3d കൊടുത്താൽ കോൺഫിഗറേഷൻ തെറ്റും അവിടെ നമ്മൾ 3d ഹാഫ് ഫിൽ ചെയ്യിക്കുക ക്രോമിയത്തില് 3d ഫുൾ ഫിൽ ചെയ്യിക്കുക കോപ്പറിൽ അതാണ് കറക്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഫിൽ ആയിരിക്കുന്നതായിരിക്കും എന്ത് ഈ പാർഷ്യലി ഫിൽ ആവുന്നത് അപ്പം ഹാഫ് ഫിൽ ആയിരിക്കുമ്പം സ്റ്റേബിൾ ആണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കുമ്പോൾ എന്താണ് സ്റ്റേബിൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ ക്രോമിയത്തിനും കോപ്പറിനും അങ്ങനെ ഒരു ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് തെറ്റായിട്ട് തന്നിട്ട് കറക്റ്റ് ഏതെന്ന് എഴുതാൻ നമുക്ക് എന്ത് ചെയ്യാം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം വരുമെന്ന് ഉറപ്പില്ല പ്രതീക്ഷിക്കാം ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഓക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പേജിൽ തന്നിട്ടുണ്ട് അതെന്ന് പറയുന്നത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത് ഏതോ ഒരു ആറ്റത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 ഇതാണ് നമുക്ക് ഈ എലമെന്റ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട് അതിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം ഇത്രയും പഠിച്ചതിന്റെ ബേസിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം ഉത്തരം കണ്ടെത്താൻ സാധിക്കണം അപ്പൊ ഹൗ മെനി ഷെൽസ് എന്ന് പറയുമ്പോൾ സബ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ മെയിൻ ഷെല്ലുകൾ മാത്രം പറഞ്ഞാൽ മതി അപ്പം 1 2 3 അപ്പൊ എത്ര ഷെല്ലുണ്ട് മെയിൻ ഷെല്ല് അപ്പം തേർഡ് സബ് ഷെല്ല് വന്നിരിക്കുന്ന 3 എന്നുള്ള നമ്പറിൽ അപ്പൊ എത്ര മെയിൻ ഷെൽസ് ഉണ്ട് അപ്പം മെയിൻ ഷെൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എത്ര കൊടുക്കാം 3 എന്ന് കൊടുക്കാം എത്ര ഷെൽസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 3 ഇനി സബ് ഷെല്ലുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ ഇനി സബ് ഷെല്ലുകൾ എത്ര എണ്ണം ഉണ്ട് ഏതൊക്കെ സബ് ഷെൽ ഉണ്ട് എസും പിയും ഓക്കെ അല്ലെങ്കിൽ എത്ര സബ് ഷെൽസ് വന്നിട്ടുണ്ട് എസ് ഉണ്ട് 1s ഉണ്ട് 2s ഉണ്ട് 2p ഉണ്ട് 3s ഉണ്ട് മൊത്തത്തിൽ സബ് ഷെൽ എത്ര എണ്ണം വന്നിട്ടുണ്ട് അങ്ങനെ നോക്കിയേ 1s അതിന്റെ ഒരു സബ് ഷെൽ ഉണ്ട് 2sന്റെ 2 സബ് ഷെല്ലുകളുണ്ട് 3യുടെ എത്ര സബ് ഷെൽ ഉണ്ട് ഒരെണ്ണം മൊത്തത്തിൽ അപ്പൊ സബ് ഷെല്ലുകൾ എത്ര എണ്ണം ഉണ്ട് 3 എണ്ണേ ഉള്ളോ അതോ 4 എണ്ണം ഉണ്ടോ 1 2 3 4 സബ് ഷെല്ലുകൾ ഇല്ലേ നമുക്ക് 4 എണ്ണം ഉണ്ടോ സബ് ഷെൽ എത്ര എണ്ണം ഉണ്ട് 4 എണ്ണം അല്ലയോ 1sന്റെ ഒരു സബ് ഷെൽ ഉണ്ട് 2sന്റെ ഒരു സബ് ഷെൽ 2 അതായത് കെയുടെ ഒരു സബ് ഷെല്ല് ഇനി എല്ലിന്റെ 2 സബ് ഷെല്ല് എമ്മിന്റെ ഒരു സബ് ഷെൽ അപ്പൊ മൊത്തത്തിൽ 4 സബ് ഷെൽ ഉണ്ടല്ലോ ഉണ്ട് ഇനി അടുത്തത് ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ് ഓക്കെ അപ്പം ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഏതിനകത്താ 3sനകത്താണ് കൊടുത്തിരിക്കുന്നത് അല്ലയോ ലാസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3sനകത്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറിയാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ കൊടുക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് അറിയാം അപ്പം 2 + 2 4 4 + 6 10 10 + 2 12 അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന ക്വസ്റ്റ്യന് ആൻസർ 12 എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 12 ഇനി അപ്പം ഈ ഇലക്ട്രോൺസിന്റെ എണ്ണവും അറ്റോമിക് നമ്പർ എന്താ സെയിം ആണ് അപ്പൊ അറ്റോമിക് നമ്പർ എത്ര എന്ന ക്വസ്റ്റിനുള്ള ആൻസർ എന്തുവാണ് 12 ഇനി ഷോർട്ട് ഫോം അപ്പൊ 12 ആണ് അറ്റോമിക് നമ്പർ 12ന് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് 10ാമത്തെ എലമെന്റ് ആണ് 12 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എലമെന്റ് മനസ്സിലായി കാണും മഗ്നീഷ്യം അപ്പം 10ാമത്തെ എലമെന്റ് നിയോൺ ആണ് അപ്പൊ നമുക്ക് കോൺഫിഗറേഷൻ വരുമ്പോൾ എങ്ങനെ കൊടുക്കണം സ്ക്വയർ ബ്രാക്കറ്റില് നിയോണിനെ കൊടുക്കാം അതായത് 2p6 വരെ ഫിൽ ആയിട്ടുണ്ട് 2p6 കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കാം 3s2 കൂടെ കൊടുക്കുക ഇപ്പം എത്ര ആയിട്ടുണ്ട് 12 എണ്ണം ആയിട്ടുണ്ട് ഇതാണ് എന്ത് ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ അപ്പം മെയിൻ ഷെല്ലുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 3 എണ്ണം സബ് ഷെല്ലുകൾ എന്ന് വെച്ചാൽ 4 എണ്ണം പിന്നെ ഏത് സബ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 3sനകത്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 12 അറ്റോമിക് നമ്പർ എത്ര തന്നെയാണ് 12 അതിന്റെ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 12ന് തൊട്ട് മുമ്പേ വരുന്ന നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകം എന്ന് പറയുന്നത് നിയോൺ ആണ് നിയോണിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്താൽ അതിന്റെ അർത്ഥം 10 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്
ഇനി നമുക്ക് എത്ര എണ്ണം കൊടുക്കണം? 2 എണ്ണം. അപ്പൊ 2p6 വരെ ആകുമ്പോഴത്തേക്കാണ് 10 എണ്ണം ആകുന്നത്. പിന്നെ എന്ത് വന്നാൽ 3s2 കൂടെ ആയപ്പോഴത്തേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ടോപ്പിക് തന്നെയായിരുന്നു. അതിനകത്ത് ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതി, ക്രോമിയത്തിന്റെയും കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന കുറച്ച് പെക്യുലാരിറ്റീസ്, പിന്നെ ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. നമുക്ക് തെറ്റിച്ച് തന്നിട്ട് കറക്റ്റ് ആൻസർ എഴുതുക, അല്ലെങ്കിൽ ഒരെണ്ണം നമ്മളോട് സ്വന്തമായിട്ട് എഴുതാനൊക്കെ എന്ത് ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്